ഡയറക്ടർ കൂടെയാണ്, കൈകോർത്തൊരു വിജയം ഇപ്പൊ സമ്മാനിച്ചു. അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു ഇപ്പൊ ഒരു വിജയം കൈവരിച്ച ശേഷമുള്ള ഒരു മനസ്സിൽ എന്താണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് ശരിക്കും? അല്ല, ഇത് സാറിന് സ്ഥിരം ഫോർമുലയിലുള്ള ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടത് മറ്റേ ഗൂസ് ബം മൊമെന്റ്സ് അങ്ങനെ സിനിമയല്ല. ഇത് കുറച്ചുകൂടെ സാറ് കഥ പറയാൻ ആഗ്രഹിച്ചു. സാറിൻ്റെ ലൈഫിൽ നടന്ന ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു. ആ കഥ കൊണ്ട് അതിൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നു. അപ്പം അത് സാറ് പറയാൻ ആഗ്രഹിച്ചാൽ അത് വ്യക്തമായിട്ട് പറയുന്നത് അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതല്ലേ. അപ്പോൾ സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡെബ്യൂട്ട് വേണം ട്രൈ ചെയ്തു. പക്ഷേ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തു, അത് പിക്ക് ചെയ്തു. അതിന് തന്നെ നമ്മൾ ഒരു എന്താ പറയണ്ടേ അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പെരിമെന്റിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് സംവിധാനത്തില് വരുന്നത് നടൻ ധ്യാനായി മാറി. അതിലൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ. നിനക്കൊരു സംഭവമായിരിക്കും, എനിക്കതൊരു സംഭവമില്ല. കഴിഞ്ഞ ഞാൻ ബിസിനസിന്റെ പടത്തില് വലിയ വലിയ ആൾക്കാരുടെ പടത്തിലല്ലേ ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ തുടരെ വിജയം ഉണ്ടാവട്ടെ ഇനി.